നമസ്കാരം. നവരാത്രി ഭാരതീയ സംസ്കാരത്തിലും ഇതര സംസ്കാരങ്ങളിലും മാതൃത്വം എന്ന സങ്കല്പത്തിന് പരമോന്നതമായ സ്ഥാനമാണ് ഉള്ളത്. എല്ലാ ജീവജാലങ്ങളിലും ശക്തി സ്വരൂപമായി കുടികൊള്ളുന്നത് ജഗദംബയാണ്. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നതാണ് നവരാത്രി ആഘോഷങ്ങളുടെ സന്ദേശം. മഹിഷാസുര നിഗ്രഹത്തിനായി പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നീ ത്രിദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപമെടുത്ത് 9 ദിവസം വ്രതമനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തിയാർജിച്ചു എന്നാണ് നവരാത്രിയുടെ പിന്നിലെ ഐതിഹ്യം. നവരാത്രി ആയുധ പൂജയുടെയും വിദ്യാരംഭത്തിൻ്റെയും സമയമാണ്. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച മഹാളയ അമാവാസിയാണ്. പിതൃപക്ഷ അമാവാസി എന്നും പറയപ്പെടുന്നു. പിതൃക്കൾക്ക് ഉത്സവകാലമാണ്. അന്ന് ബലിയിട്ടാൽ 21 തലമുറകളായിട്ടുള്ള പിതൃക്കൾ സന്തോഷിക്കും. ചിങ്ങമാസത്തിലെ വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ മുതൽ കന്നിയിലെ അമാവാസി വരെയുള്ള പക്ഷത്തെയാണ് മഹാളയ പക്ഷം എന്ന് പറയുന്നത്. അതിൻ്റെ കാലം തീരുന്ന ദിവസമാണ് സെപ്റ്റംബർ 21 ഞായറാഴ്ച. ചാന്ദ്രമാസമായ അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ ദിവസം മുതൽ നവരാത്രി ആചരണം ആരംഭിക്കും. അതായത് 2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച പ്രഥമ നവരാത്രി ആരംഭം. 2025 ഒക്ടോബർ 2 വിജയദശമി വരുന്നു. അപ്പോൾ പ്രഥമ മുതൽ 11-ാം ദിവസമാണ് ദശമി വരുന്നത്. കാരണം ഇത്തവണ തൃതീയ 2 ദിവസം വന്നതിനാൽ 11-ാം ദിവസമേ ദശമി ആകുന്നുള്ളൂ. സെപ്റ്റംബർ 29-ാം തീയതി തിങ്കളാഴ്ച പൂജാവെപ്പ്. ഒക്ടോബർ 2 വിജയദശമി. ഒരു ദിവസം കൂടുതൽ പൂജയ്ക്ക് വെക്കണം. ഒക്ടോബർ 1 മഹാനവമിയും ആയുധ പൂജയും വാഹന പൂജയും. സെപ്റ്റംബർ 30 ദുർഗാഷ്ടമി. സെപ്റ്റംബർ 29 പൂജാവെപ്പ്. സായസന്ധ്യയ്ക്ക് ഗ്രന്ഥപൂജ ആരംഭം. ദുർഗാഷ്ടമി സെപ്റ്റംബർ 30. അന്ന് ദേവീ പൂജകൾ നടത്തിയാൽ എല്ലാവിധ ദുഃഖങ്ങൾക്കും ശാശ്വതമായൊരു പരിഹാരമുണ്ടാവും. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് മഹാനവമി ഒക്ടോബർ 1. ഈ ദിവസം ഭഗവതിയെ ആരാധിക്കാനും ദേവീ ക്ഷേത്ര ദർശനം നടത്തുവാനും ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അന്ന് നടത്തുന്ന ദേവീ പൂജകൾ കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അന്ന് ദേവിയുടെ ശ്ലോകങ്ങൾ കേൾക്കുന്നത് പോലും പുണ്യകരമാണ്. വിജയദശമി ഒക്ടോബർ 2 ദുർഗയുടെ വിജയസൂചകമായ ദിനമായി കരുതുന്നു. വിദ്യാരംഭം ആരംഭിക്കുന്നതും ഈ ദിവസമാണ്. ഈ ദിവസം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ ഐശ്വര്യകരമായി തീരും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ദുർഗാദേവിയുടെ വിഗ്രഹങ്ങൾ ഒഴുകുന്നതോടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നു. ചില സംസ്ഥാനത്ത് കന്യകാപൂജ നടത്തുന്നതും ഈ സമയത്താണ്. ചില സംസ്ഥാനങ്ങളിൽ വ്രതം ആചരിച്ച് 9 പെൺകുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഓരോ രീതിയിൽ ഓരോരോ സ്ഥലത്തും നവരാത്രി ആഘോഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും എല്ലാറ്റിനും പിന്നിൽ ദേവിയെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം തേടുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. ഓരോ ദിവസവും ഓരോ ദേവിയെ ഓരോരോ രീതിയിൽ പൂജിക്കപ്പെടുന്നു. ആദ്യ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കേണ്ടത്. ഓരോ ദേവിക്കും പ്രത്യേക നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യമുണ്ടാവും. ആദ്യ ദിവസം നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാൻ സാധിക്കും. 2-ാം ദിവസം ബ്രഹ്മചാരിണി ദേവിയെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. പഞ്ചസാര സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാൽ
ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കും. 3-ാം ദിവസം ചന്ദ്രഘണ്ഠാദേവി. ചന്ദ്രഘണ്ഠാദേവിക്ക് പായസമാണ് സമർപ്പിക്കേണ്ടത്. എല്ലാ തിന്മകളെയും നശിപ്പിക്കാൻ സാധിക്കും. 4-ാം ദിവസം കൂഷ്മാണ്ഡദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ദേവിക്ക് പാല് കൊണ്ടുള്ള പലഹാരമാണ് സമർപ്പിക്കേണ്ടത്. ഭക്തരെ ജ്ഞാനം നൽകി അനുഗ്രഹിക്കും. 5-ാം ദിവസം സ്കന്ദമാതാവിനെയാണ് ആരാധിക്കേണ്ടത്. ഈ ദിവസം വാഴപ്പഴമാണ് സമർപ്പിക്കേണ്ടത്. താമരപ്പൂവിലിരിക്കുന്ന ദേവി കാർത്തികേയനെ മടിയിലിരുത്തിയ ദേവിയുടെ രൂപമാണ് അന്ന്. ആ ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് കിട്ടും. 6-ാം ദിവസം കാർത്യായനി ദേവിയാണ് ആരാധിക്കേണ്ടത്. അന്ന് തേനാണ് നിവേദ്യമായി സമർപ്പിക്കേണ്ടത്. അതോടുകൂടി കാർത്യായനി ദേവിയുടെ അനുഗ്രഹം കിട്ടും. 7-ാം ദിവസം കാളരാത്രി ദേവിക്ക് ശർക്കരയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ഈ ദേവിയുടെ അനുഗ്രഹം കിട്ടും. 8-ാം ദിവസം മഹാഗൗരി ദേവിയുടേതാണ്. നാളീകരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വിഘ്നങ്ങൾ അകലാനും ഐശ്വര്യദായകമായ സംഗതികൾ ഉണ്ടാവാനും ഈ ദേവി അനുഗ്രഹിക്കും. 9-ാം ദിവസം സിദ്ധിദാത്രി ദേവിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പൂർണ്ണത്രയുടെ പ്രതീകമാണ് ദേവി. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഭക്തരെയും രാജ്യത്തിനെയും രക്ഷിക്കാൻ എള്ള് സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രായഭേദമന്യേ പുരുഷഭേദമന്യേ നവരാത്രി വ്രതം എല്ലാവരും അനുഷ്ഠിക്കണം. 11 ദിവസവും മുടങ്ങാതെ ലളിത സഹസ്രനാമം ജപിക്കണം. സരസ്വതി ദേവിയുടെ മൂലമന്ത്രമായ ഓം സരസ്വത്യ നമഃ എന്നത് ദിവസം 108 പ്രാവശ്യം കുട്ടികൾ ജപിച്ചാൽ വിദ്യാവിജയം സുനിശ്ചിതമാണ്. നവരാത്രി ദിവസങ്ങളിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ ജലപാനം പോലും കഴിക്കാവൂ. കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും വിദ്യാവിജയത്തിനും ഈ 11 ദിവസവും സാരസ്വതകൃതമോ ബ്രഹ്മീകൃതമോ സാരസ്വതാരിഷ്ടമോ യഥാവധി പൂജിച്ച് കഴിച്ച് നല്ല ഫലപ്രാപ്തി കിട്ടിയത് എൻ്റെ പ്രവൃത്തി പരിചയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദേവി ഉപാസകർ ദേവീപ്രീതിക്കായി വ്രതം ആരംഭിക്കുന്നത് നവരാത്രി കാലത്താണ്. ഉപാസകർ, അഘോരസ്വാമികൾ, ജ്യോത്സ്യർ, മന്ത്രവാദികൾ, എല്ലാവിധ വൈദിക കാര്യങ്ങൾ ചെയ്യുന്നവർ വ്രതമെടുക്കാൻ ആരംഭിക്കുന്നത് നവരാത്രി കാലത്താണ്. നവരാത്രി കാലമാകാത്തവർ നവരാത്രി കാലം വരെ കാത്തു നിൽക്കും തുടക്കം തുടങ്ങാൻ. കാരണം പെട്ടെന്ന് ദേവി പ്രസാദിക്കുന്ന സമയമാണ് നവരാത്രി കാലം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതേ നമസ്സസ്യ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു സിദ്ധിരൂപേണ നമസ്സിതേ നമസ്സസ്യ 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 നമോ നമഃ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.